നമ്മുടെ കുഞ്ഞുമക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന ഒരു ചിക്കനാണ്. അത് മാത്രമല്ല കേട്ടോ, വളരെ എളുപ്പമാണ് കേട്ടോ വെക്കാനായിട്ട്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോയാലോ? പോയോട്ടെ. ഇന്ന് ഞാനുണ്ടല്ലോ ഒരു സ്പൈസി ചിക്കനായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ അതായത് എല്ലില്ലാത്ത ചിക്കനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ 1/2 കിലോനേക്കാളും കൂടുതൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ നന്നായിട്ട് കഴുകി വാരി വെള്ളമൊക്കെ വാറ്റിയെടുത്തിട്ടുള്ള ചിക്കനാണ്. അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക, കുത്തിപ്പൊടി മുളക് ആവശ്യമുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, വിനാഗിരി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, പിന്നെ ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആദ്യം ഈ ചിക്കനിലേക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് നോക്കിയാൽ ഒരു 2 ടീസ്പൂണ് കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂണ്, പിന്നെ അതേപോലെ തന്നെ 2 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് വിനാഗിരി, അതേപോലെ തന്നെ ടൊമാറ്റോ സോസ് നമുക്ക് 1 ടീസ്പൂണിന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂണിന്റെ അടുത്തേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ ഉപ്പ്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ നമ്മുടെ മസാലകളൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ തന്നെ ഒരു 1/2 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ കേട്ടോ. 1/2 മണിക്കൂർ കഴിഞ്ഞാ നമുക്ക് ഇനി ചിക്കൻ വറുത്തെടുക്കാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഞാനിതാ തീ കത്തിച്ച് ഒരു പാൻ അടുപ്പുമ്മ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. പാൻ ചൂടായി നമുക്കിത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഈ ചിക്കൻ വറുക്കുമ്പോൾ നമുക്ക് ചിക്കൻ മുങ്ങി കിടക്കാവുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഇതേപോലെ നമ്മുടെ പാനിലൊന്ന് പരന്ന് കിടക്കാവുന്ന രീതിയിലാണ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെയാണ് വേവിച്ചെടുക്കുക. ഇനി നമ്മുടെ ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. അപ്പൊ നമ്മൾ നല്ല ചൂടിൽ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ തീ കുറച്ച് വെക്കണം കേട്ടോ. നമ്മൾ നോക്കി ഇതേപോലെ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള കണ്ട ഇതേപോലത്തെ ഓരോ കഷ്ണങ്ങളാക്കിയിട്ടായിട്ട് നമ്മൾ പൊറിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതാ തീ ഒന്ന് കുറവിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടാ. എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ കിട്ടുള്ളൂ. പിന്നെ കൂടുതൽ മൊരിയിച്ച് കൊടുക്കില്ലേ നമ്മൾ ഈ ചിക്കൻ. നമുക്കുണ്ടല്ലോ ഇതാ ചിക്കൻ ഒന്ന് വറുത്തിടാം കേട്ടാ. തീ എപ്പോഴും കുറവിൽ തന്നെ വെച്ചിട്ട് വറുത്തെടുത്തോളൂ കേട്ടോ. അത് മറക്കരിക്കോ, അല്ലെങ്കിൽ ആ ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ലേ നമുക്ക്. നോക്കിയേ നമ്മുടെ ചിക്കൻ ദാ വെന്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ അമർത്തുമ്പോഴേ കണ്ട അപ്പൊ വെന്തു എന്നാണ്. അപ്പൊ നമുക്ക് ഇനി ഇതിന് എടുക്കാം കേട്ടാ. കാരണം കൂടുതൽ മൊരിയരുത്, വേവാനേ പാടുള്ളൂ. അന്ന് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കും വേണം. ഇനി ഇതേപോലെ തന്നെ ഇതാ തീ ആദ്യം കൂട്ടി വെക്കണു. നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി. അപ്പൊ നമ്മളിത് ഇട്ട് കൊടുക്കണം കേട്ടാ. മുന്നേ പറഞ്ഞ പോലെ തന്നെ തീയൊക്കെ ഒരു കുറവിലൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് വറുത്തെടുത്തോളാം. അപ്പൊ മുന്നേലും ഞാൻ ചിക്കൻ ഒരു 3-4 തവണ തിരിച്ചു മറിച്ചൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ മുന്നത്തേലും ചിക്കൻ വറുത്തെടുത്തിട്ടുള്ളത് കേട്ടാ. നമ്മുടെ രണ്ടാമതും ചിക്കൻ വറുത്തത് പാകമായിട്ടുണ്ട്. ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. നമുക്കൊരു ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. ഓക്കെ, ചിക്കൻ നമ്മുടെ വറുക്കൽ കഴിഞ്ഞു. ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ വറുത്തയിലേക്ക് സോസും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പൊ അതിനു വേണ്ടി ഞാനിതാ തീ കത്തിച്ച് ഒരു കടായി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ കടായി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ കടായി ചൂടായി വന്നു. അപ്പൊ അതിലേക്ക് നോക്കിയാൽ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് നോക്കി ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് എന്താ പറയാ ഡാർക്ക് കളർ ഒന്നും ആവണ്ട കേട്ടാ.
ഒന്ന് വേവണ്ട പോലെ ആവാനേ പാടുള്ളൂ. ഇതാ വെളുത്തുള്ളി ഇട്ട് ഇതാ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കണ്ട കളർ മാറി തുടങ്ങണ ആ ഒരു സമയത്ത് നമുക്കിതാ 4 പച്ചമുളക് റൗണ്ടിൽ അരിഞ്ഞതാട്ടാ. പച്ചമുളകും ഇട്ടതാ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നോക്കിയാൽ ഒരു സബോള ചതുരം കഷ്ണങ്ങളായിട്ട് കണ്ട അധികം വലിപ്പില്ലാത്ത ചതുരം കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം നമുക്ക്. ഈ സബോളയും ആ ഒരു പച്ചപ്പ് നഷ്ടപ്പെടുക വേണ്ട കേട്ടാ, കൂടുതൽ വെന്ത് പോവണ്ട. സബോള നമ്മൾ കടിക്കലോ ആ ഒരു കടിക്കുമ്പോ കിട്ടണ ആ ഒരു പച്ച അതാണ് കേട്ടോ, നമുക്ക് അത് പോയി കിട്ടിയാൽ മതി കേട്ടാ. സബോള ഇതാ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ തീ ഒന്ന് കുറവിൽ വെച്ചിട്ട് നമ്മൾ ചില്ലി ഗാർലിക് സോസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ കേട്ടാ. ഒരു 1.5 ടീസ്പൂൺ അവിടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് ഇതാ ടൊമാറ്റോ സോസ് 1.5 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമ്മുടെ സോസൊക്കെ ഇതാ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുണ്ടല്ലോ ഇതാ ഒരു 1.5 ടീസ്പൂണ് കോൺഫ്ലവർ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കലക്കി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടാ. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇതേപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതായത് നന്നായിട്ട് ചൂടായി വരാം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കും. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ ഇട്ട് ഇതാ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നോക്കിയ ഒരു 1/2 ടീസ്പൂണ് ചെറുനാരങ്ങ നീര്, അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണ് കുത്തിപ്പൊടി മുളക് കേട്ടാ. ഇനി നമുക്കിതാ ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സോസിലൊക്കെ ഉപ്പ് ഉണ്ടാവും. ഈ ഒരു സമയത്ത് നമ്മൾ ഒന്ന് വായിൽ വെച്ച് നോക്കിയിട്ട് ഉപ്പ് കുറവാന്ന് തോന്നാണെങ്കിൽ മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാട്ടാ. അല്ലെങ്കിൽ നമ്മുടെ ആ ചിക്കനിലൊക്കെ മുന്നേ നമ്മൾ ഉപ്പാക്കിയിട്ടുള്ള കാരണം ഉപ്പ് ഉണ്ടാവണം. നോക്കിയേ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടാ. വെക്കാനും വളരെ സ്പീഡിൽ തന്നെ നമുക്ക് വെക്കാനും പറ്റും. അപ്പൊ ചിക്കൻ റെഡിയായി. ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടാ. ഇനിയിപ്പോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായറിനെ വിളിക്കാം. ഓ, കാണുമ്പോഴന്നെ എന്താ രസം നോക്കിയാള്. ഇന്ന് വേറെ ഒന്നും കഴിക്കില്ലേ? ഇതെന്നാ വാങ്ങിച്ചു. അടിപൊളിയാ. ഇതേ വല്ല ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കഴിക്കണം ശരി പിള്ളേർക്ക്. നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ നമ്മളാ പറയണ പോലെ വേവിച്ചെടുത്താൽ മതി. കൂടുതൽ മുരിക്കിരിക്കും. അപ്പൊ ആ ടേസ്റ്റ് കിട്ടില്ല. കുട്ടികളൊക്കെ നന്നായി കഴിക്കും. ഇഷ്ടമായിരുന്നു. ഇതപ്പോ എല്ലാവരും ഒന്ന് നോക്കിയോളൂട്ടാ. അത്ര രസാ ഇത് നിർത്തല്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടിടാ.